വി ഗോവിന്ദൻ മാസ്റ്റർ ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ്. അവിടെ നിന്ന് അദ്ദേഹം ഒരു കാര്യം അറിയിച്ചിരിക്കുന്നു. മലയാള സിനിമയെ ശുദ്ധീകരിക്കാൻ നിയമം കൊണ്ടുവരുമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി വി ഗോവിന്ദൻ 24നോട് പറഞ്ഞത്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചത് ചരിത്രപരമായ ഒരു തീരുമാനമാണ്. തെറ്റ് ആര് ചെയ്താലും ശിക്ഷ ഉറപ്പാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയതാണെന്നും വി ഗോവിന്ദൻ ഓസ്ട്രേലിയയിൽ പറഞ്ഞു. ഓസ്ട്രേലിയയിലെ 24ൻ്റെ പ്രതിനിധി സ്വരാജ് സെബാസ്റ്റ്യൻ അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് വി ഗോവിന്ദൻ മാസ്റ്റർ നിലപാട് വ്യക്തമാക്കിയത്. അതുകൊണ്ട് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഒരു വഴികാട്ടിയാണ്, അല്ലെങ്കിൽ ഒരു വഴിത്തിരിവാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. അത് ദേശീയാടിസ്ഥാനത്തിൽ തന്നെ അങ്ങനെയൊരു കാര്യം ആവശ്യമാണ് എന്ന നിലപാടിലേക്ക് പൊതുവെ ഇന്ത്യ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് സഹായകരമായ ഒരു നിലപാടാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടും ആ കമ്മിറ്റി നിർണ്ണയിക്കുന്ന ആ കമ്മിറ്റിയെ നിശ്ചയിക്കുന്ന കാലഘട്ടം ഉൾപ്പെടെ ചേർത്തുകൊണ്ട് ഇപ്പോൾ പൊതുവായിട്ട് വന്നിട്ടുള്ളത്. ഇപ്പം കേരളത്തിൻ്റെ പ്രത്യേക ഒരു സാഹചര്യം എടുത്താൽ ഇപ്പോൾ സിനിമാ രംഗത്ത് ഒരു ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും നടപടികൾ ഉണ്ടാവാൻ നിങ്ങൾ പ്രതീക്ഷിക്കാമോ? അല്ല, അതിൻ്റെ ആവശ്യമായ നിയമനിർമ്മാണം തന്നെ വേണ്ടി വരുമെന്നുള്ളതാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരും. ഏതായാലും ഇന്ത്യക്ക് മാതൃകയാവുന്ന രീതിയിലുള്ള ഫലപ്രദമായ ഇടപെടൽ സിനിമ മേഖലയിലെ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കൈകാര്യം ചെയ്യാൻ നിർബന്ധിക്കപ്പെടുന്നതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം.